എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ. നമ്മൾ നമ്മുടെ 8ാം ക്ലാസ് പഠനം ആരംഭിക്കുകയാണ്. നാം അറിയുന്നത് പോലെ ഇപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളമായി നമുക്ക് നമ്മുടെ ചർച്ചകളൊക്കെ അടഞ്ഞ് കിടക്കുന്നതിനാൽ ആരാധനയ്ക്ക് പോകുവാനോ നമുക്ക് സൺഡേ സ്കൂൾ പഠിക്കാനോ ഒന്നും കഴിയുന്നില്ലാത്ത ഒരവസ്ഥയാണല്ലോ. നമുക്കത് അറിയാം. അന്നൊക്കെ എത്ര സന്തോഷമായിരുന്നു നമ്മളെ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചറിൻ്റെ അടുത്തിരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നതായ കാര്യങ്ങൾ, വചനങ്ങൾ കേൾക്കാനും നല്ല കഥകൾ പഠിക്കാനും നല്ല പാട്ടുകൾ പഠിക്കാനും ആക്ഷൻ സോങ്ങുകളൊക്കെ അഭ്യസിക്കാനും ഒക്കെ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് മുതൽ ഇങ്ങനെ 4, 5, 6, 7ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചു. 8ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പഠനമെല്ലാം തീർന്നു. ഒരു വല്ലാത്ത പരിസ്ഥിതിയായിരുന്നു, നമുക്കറിയാം. ഒക്കെ അതിൻ്റെ മധ്യ എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീണ്ടും ദൈവത്തിന്റെ വചനം പഠിക്കാൻ ദൈവം നമുക്കൊരവസരം തന്നിരിക്കുക. നാം അറിയുന്ന പോലെ ഇപ്പൊ സ്കൂളുകളൊക്കെ അടച്ചു കിടക്കുന്നെങ്കിലും നമുക്കറിയാമല്ലോ, ഇതുപോലെ സൂം മീറ്റിങ്ങിലൂടെ ആണ്, ഈ നെറ്റിന്റെ സഹായത്തോടു കൂടെയാണ് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ, അതറിയാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംവിധാനം ദൈവം തരികയും ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ നമ്മുടെ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചതിന്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അഭിമുഖമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഏതായാലും ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാൻ അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണല്ലോ. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ചാട്ടെ. നമ്മുടെ യേശു അപ്പച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗ പിതാവേ, മനോഹരമായ സമയത്തിനായി വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ അങ്ങയുടെ പാതാന്തികെ ചേർന്ന് വരാൻ അവസരം തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ നാൾക്ക് ഞങ്ങൾ ഇങ്ങനെയുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചില്ല. എന്നാൽ തിരുമേനി അത് തന്നതിനായി സ്തോത്രം. ഞങ്ങൾ പഠിക്കുവാനായിട്ട് അവിടുത്തെ സന്നിധിയിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. പ്രാർത്ഥിച്ചല്ലോ. നമുക്ക് 8ാം ക്ലാസ്സിലെ 1ാം പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ 1ാം പാഠത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അതിന്റെ പ്രാരംഭത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ്: നിത്യനായ ദൈവത്തിന് മനുഷ്യനെയും അവൻ അധിവസിക്കുന്ന ഭൂലോകത്തെയും സംബന്ധിച്ചൊരു വ്യക്തമായ പരിപാടിയുണ്ട്. ഇത് നമ്മൾ ഗ്രഹിച്ച് കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ് ഈ പഠനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഏതൊരു വസ്തുവും ഒരാൾ ഉണ്ടാക്കുന്നതിന് അതിന്റെ പിന്നിൽ അതിനെക്കുറിച്ചൊരു വലിയ ഉദ്ദേശമുണ്ട്. നമ്മളാണെങ്കിൽ ഒരു കളിക്കൊപ്പ് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. ഇന്ന കാര്യം എനിക്ക് അതുകൊണ്ട് നേടണം. ഒരു പലകയെടുത്ത് ഒരു വണ്ടിച്ചക്രം ഉണ്ടാക്കുന്നതായ ഒരാള്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കും? നല്ലൊരു വണ്ടി ഉണ്ടാക്കണം, എന്നിട്ട് അതുകൊണ്ട് വഴിയെ പോകണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്, അത്യുന്നതനായ ദൈവത്തിന് ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചതിനെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. നമ്മൾ ബൈബിളിൽ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. അപ്പോ നമ്മൾ ദൈവം ഭൂമിയെയും ആകാശത്തെയും എല്ലാം ഉണ്ടാക്കിയതിന് പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ ഉണ്ടാക്കി ഈ ഭൂമിക്ക് സകലത്തിനും അധിപതിയാക്കി അവൻ ഇതിൽ പാർക്കുക, അങ്ങനെ ദൈവത്തിന് നന്ദി പറയുക, അതിനുശേഷം നിത്യതയിൽ എന്നേക്കുമായി ദൈവത്തോടൊപ്പം മനുഷ്യനായിരിക്കുക. ഈ പദ്ധതിയോടുകൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ് പഠിച്ചു വന്നത്. അപ്പോ ദൈവത്തിന്റെ പദ്ധതിയെ നമ്മൾ മനസ്സിലാക്കണം. അതിനെ ദൈവം ഇങ്ങനെ കാലഘട്ടങ്ങളായും യുഗങ്ങളായും തിരിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഓരോ 5 വർഷത്തേക്ക് പഞ്ചവത്സര പദ്ധതി എന്ന നിലയിൽ ഭരണത്തിൽ എത്തുന്ന സർക്കാരുകൾ 5 വർഷത്തേക്ക് രാജ്യത്തിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും ചെയ്യാവുന്ന പദ്ധതികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് വരെയും
പോകുന്നത്. അങ്ങനെ ഈ 5 വർഷം വീതമുള്ള ഓരോ കാലഘട്ടത്തിലും നടപ്പാക്കേണ്ടുന്ന വികസന പരിപാടികൾ ഉണ്ട്. അതിന്റെ എല്ലാം ഉദ്ദേശം ഒരു ക്ഷേമരാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതും പലപ്പോഴും അത് പരാജയത്തിൽ കലാശിക്കുന്നു എന്നാണ് നമ്മൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണാൻ കഴിയുന്നത്. എന്നാൽ നിത്യനായ ദൈവത്തിന് ഈ ലോകത്തെ സംബന്ധിച്ച് ശാശ്വതവും സമ്പൂർണമായ ലക്ഷ്യവും വലിയ പരിപാടികളും ഉണ്ടെന്നാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോകണം. അതിന് ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിലെ ചരിത്രവും ഇന്നത്തെ കാലത്തെ സംഭവങ്ങളും ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതിനും ഒരു സമ്പൂർണമായ കാലഗതിക്ക് വേണ്ടിയിട്ട് നമ്മെ ഒരുക്കുകയും ചെയ്യുന്നതാണ് ഈ വേദപാഠം. മനസ്സിലായല്ലോ? അപ്പോ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, വരാൻ പോകുന്ന കാലഘട്ടം എങ്ങനെയായിരിക്കണം എന്ന് നാം പഠിക്കുന്നു. അതാണ് ഈ 8ാം ക്ലാസ്സിലെ പാഠപദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ കാലഘട്ടം അതിനെന്താണ് ബൈബിൾ പറയുന്നത്? എന്താണ് കാലഘട്ടം? അതിന് ഈ ഭൂലോകത്തിന്റെ ബാഹ്യമായ അവസ്ഥയ്ക്ക് വ്യതിയാനം ഉളവാക്കുന്ന ഒരു സംഭവം മുതൽ ആ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്ന വേറൊരു സംഭവം ഉണ്ടാകുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിനാണ്, ഒരു ടൈമിനാണ് കാലഘട്ടം എന്ന് പറയും. അതായത് ലോകത്തെ മുഴുവൻ ബാധിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിന് ശേഷം തുടർന്ന് വരുന്ന കാലഘട്ടങ്ങൾ അതിലും വ്യത്യസ്തമായ നിലയിൽ കാലത്തെ മാറ്റിമറിക്കുന്ന അടുത്തൊരു സംഭവങ്ങൾ വരുന്ന ആ സമയം വരെയുള്ള സമയത്തിനാണ് കാലഘട്ടം എന്ന് പറയുന്നത്. അത് ദീർഘവർഷങ്ങൾ ഒരുപക്ഷെ നീണ്ടു നിന്നേക്കാം, ചില നാളുകൾ മാത്രം നീണ്ടു നിന്നേക്കാം. അപ്പൊ ഇതിനാണ് കാലഘട്ടം അഥവാ ഇംഗ്ലീഷിൽ ഏജസ് എന്ന് പറയുന്നത്. അപ്പം ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 49 ലോകാവസാനം എന്ന് എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ അർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിന്റെ അവസാനം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ 3 ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭൂലോകത്തോടുള്ള ബന്ധത്തിൽ മുഴുക്കാലത്തെയും 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നതായിട്ടാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് പുരാതന കാലഘട്ടമെന്ന് പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുരാതന കാലഘട്ടം അതായത് ഈ ഭൂമിയുടെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടിപ്പ് മുതൽ ജലപ്രളയം വരെയുള്ള കാലഘട്ടം, നോഹയുടെ ജലപ്രളയം വരെയുള്ള കാലഘട്ടത്തിനാണ് പുരാതന കാലഘട്ടം എന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. മറക്കരുത്, സൃഷ്ടിപ്പ് മുതൽ ജലപ്രളയം വരെ, ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന വാക്കു മുതൽ നോഹയുടെ കാലത്തുണ്ടായിരുന്ന ജലപ്രളയം വരെയുള്ള കാലഘട്ടത്തിനാണ് പുരാതന കാലഘട്ടം എന്ന് ബൈബിള് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത്, അത് പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 7, 8, 9 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്പോഴത്തെ കാലം എന്ന അർത്ഥത്തിൽ അവിടെ പറയുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കണം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജലപ്രളയം മുതൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം വരെയുള്ള കാലഘട്ടമാണ് ഇപ്പോഴത്തെ, അതായത് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ ദൈർഘ്യമാണ് പറയുന്നത്. അതായത് കാലഘട്ടം, 2-ാമത്തെ കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടമെന്ന് ബൈബിൾ പറയുന്ന പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ നമ്മോട് പറയുന്ന ഇപ്പോഴത്തെ കാലഘട്ടം എന്ന അവസ്ഥയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് അന്നത്തെ ആ ജലപ്രളയം മുതൽ യേശുക്രിസ്തു നമ്മെ ചേർക്കുവാൻ വരുന്ന കാലഘട്ടം വരെ. അതിനാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്തീയ മാർഗത്തിന്റെ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് മാർഗത്തിന്റെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും നമ്മൾ നേടി ജീവിക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്ത് നേടിയാലും 70 80 വർഷം മാത്രം ജീവിക്കും. നേടിയില്ലെങ്കിലും അത്രയൊക്കെ ജീവിക്കത്തുള്ളൂ. പക്ഷേ അതിനപ്പുറമായിട്ട് നമുക്കൊരു എവർ ലാസ്റ്റിംഗ് ലൈഫ്, ഒരു നിത്യജീവനുണ്ട്. അത് കർത്താവിനോടുകൂടെ. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനായി യേശു നമ്മളെ ചേർക്കാൻ വരുന്ന സമയം വരെയുള്ള കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടമെന്ന് ബൈബിൾ പറയുന്നത്. ഇനി ഭാവി കാലഘട്ടം
കാലഘട്ടം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലും പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിലുമൊക്കെ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് ശേഷമുള്ള മധ്യാകാശത്തിലെ വാഴ്ച, സഹസ്രാബ്ദ യുഗം, നിത്യമായ സമ്പൂർണ്ണ യുഗം, ഇവയാണ് ഭാവി കാലഘട്ടം എന്ന് ബൈബിൾ പറയുന്നത്. ഒന്ന്, നമുക്കറിയാം, നമ്മുടെ കർത്താവ് നമ്മെ ചേർത്തതിന് ശേഷം ചില വർഷങ്ങൾ നമ്മൾ മധ്യാകാശത്തിൽ കർത്താവിനോട് പാർക്കുന്ന ആ നല്ല കാലഘട്ടം. എത്ര സന്തോഷമാണ് നമ്മുടെ യേശു കർത്താവിനോടുകൂടെ യേശു കർത്താവിനെ നേരിൽ കാണുവാനും യേശു കർത്താവിനോട് ചേർന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിച്ച് കോടാനുകൂടി വിശുദ്ധന്മാരോടും ദൂതന്മാരോടും കൂടെ കർത്താവിനോടൊപ്പം വാഴുന്ന മനോഹരമായ കാലഘട്ടം. അതിനുശേഷം ഈ ഭൂമിയിലെ സഹസ്രാബ്ദം, അതായത് 1000 വർഷം നമ്മുടെ കർത്താവായ യേശു തന്നെ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഏറ്റവും മനോഹരമായ കാലഘട്ടം. അതിനുശേഷം നിത്യസമ്പൂർണ്ണ യുഗം, ഒരിക്കലും അവസാനിക്കാത്ത ആ മനോഹരമായ കാലഘട്ടം. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ പാർക്കുന്ന ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ശേഷം ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ 3 കാലഘട്ടങ്ങളുണ്ട്. അത് മുഴുവൻ നമ്മുടെ കർത്താവിനോട് കൂടെയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണ്. ലോകത്തിലെ മനുഷ്യൻ അത് അറിയത്തില്ല, ലോകത്തിലുള്ള ഭരണാധികാരികൾക്ക് അറിയത്തില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ട വചനം പഠിക്കുന്ന നമുക്കറിയാം, നമുക്ക് വേണ്ടി ഒരു നിത്യയുഗമുണ്ട്. അതിൽ നമുക്ക് എത്തണം. അതിനാണ് നമ്മൾ ഈ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. പിന്നെ യുഗങ്ങൾ, അതായത് ഇംഗ്ലീഷിൽ ഡിസ്പെൻസേഷൻ എന്ന് പറയും. ഭൂലോകത്തെയും അതിൽ ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യനെയും സംബന്ധിച്ച് ദൈവത്തിന് വളരെ മഹത്തരമായ ഒരു ഉദ്ദേശമുണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു. അതിന്റെ ആകെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യരായ നാം യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. ഇതാ ദൈവത്തിന്റെ ഏറ്റവും വലിയ നമ്മളെ കുറിച്ചുള്ള പദ്ധതി. ഈ മണ്ണുകൊണ്ട് രോഗം ബാധിക്കുന്ന, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അധികം നാൾ നീണ്ടു നിൽക്കാറില്ലാത്ത ഈ ശരീരം മാറി യേശുക്രിസ്തു പ്രാപിച്ച നിത്യശരീരം പ്രാപിച്ച് യേശുവിനോട് അനുരൂപരാകണം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ തന്നെ തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് പ്രാപിക്കണം. ഏതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി? അമ്മ തന്നെയല്ല, യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ പ്രാപിക്കണം എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 29-30 ഈ വാക്യങ്ങളിൽ, അതുപോലെ 2 തെസ്സലോനിക്ക ലേഖനം 2:14, 2 കൊരിന്ത്യർക്കുള്ള ലേഖനം 3:18 ഇത് നമ്മൾ വ്യക്തമായി എല്ലാം പൗലോസ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കപ്പെടുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയിൽ നമ്മളെ എത്തിക്കുക. നമ്മെ മാത്രമല്ല, നിത്യതയിൽ കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്നേക്കുമായിരിക്കുന്ന ആ നിത്യതയുടെ വ്യവസ്ഥയിൽ സകലത്തെയും ആക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് മനുഷ്യനെയും ഭൂലോകത്തെയും എത്തിക്കുന്നതിന് ദൈവം മനുഷ്യനോട് എന്നും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും ഇന്നും ദൈവം മനുഷ്യരോട് അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വെളിപ്പാടുകൾ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വേറെ ഒരിടത്തു നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനമായ, ദൈവം സംസാരിച്ച വചനമായ ഈ തിരുവചനത്തിലൂടെ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയത്തില്ല. നമുക്ക് സ്കൂളിലൊന്നും ഇത് പഠിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഓക്കെ. പിന്നെ ദൈവിക വെളിപ്പാടുകളൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ലഭിക്കുന്നില്ല. അത് ക്രമേണയാണെന്നാണ് എഫേസ്യ ലേഖനം 3:5 പൗലോസ് വ്യക്തമാകുന്നത്. മനുഷ്യന് എപ്പോഴും മനുഷ്യൻ പരിമിതിയുള്ളവനാണ്. നാളത്തെ കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. കണക്കുകൂട്ടലുകൾ നമുക്ക് ഉണ്ടായേക്കാം, പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എല്ലാം ദൈവത്തിന് മുമ്പാകെ എല്ലാം സ്ഥിരമായിരിക്കുകയാണ്. നാളെക്കുറിച്ച് ദൈവത്തിനറിയാം. നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ആ ഹിതം എന്താണെന്ന് ദൈവത്തിന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ തിരുവെഴുത്ത് പഠിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നത്. അതുപോലെ ഈ യുഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഈ യുഗങ്ങൾ എത്രയുണ്ട്? നമ്മൾ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. 3 കാലഘട്ടം, അതായത് പുരാതന കാലഘട്ടം, ഇപ്പോഴത്തെ കാലഘട്ടം, ഭാവി കാലഘട്ടം. അപ്പൊ അതുപോലെ തന്നെ യുഗങ്ങൾ എത്രയുണ്ട് അതുകൂടെ നമ്മൾ പഠിക്കണം. അവിടെ ബൈബിളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് നിഷ്കന്മഷ യുഗം അഥവാ പാപമില്ലാത്ത യുഗം, പിന്നെ മനസാക്ഷി യുഗം, പിന്നെ മാനുഷിക ഭരണയുഗം, പിന്നെ വാക്തത്വ യുഗം, പിന്നെ ന്യായപ്രമാണ യുഗം,
പിന്നെ കൃപായുഗം, പിന്നെ ഭാവിയുഗം. ഇങ്ങനെ ഈ 7 യുഗങ്ങളായിട്ട് ബൈബിളിൽ തിരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം, എന്നാണ് ഈ നിഷ്പാപയുഗം അല്ലെ നിഷ്കന്മഷയുഗം എന്നാണ്? എന്നു മുതൽ എന്നു വരെയാണ്? ഒന്ന് നിഷ്കന്മഷയുഗം, അത് എന്നു മുതലാ? മനുഷ്യന്റെ സൃഷ്ടി മുതൽ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും പുറത്താക്കുന്ന കാലഘട്ടം വരെയാണ് നിഷ്പാപയുഗം. 2 മനസാക്ഷിയുഗം എന്നു മുതലാ? ആ ഏദനിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതിന് ശേഷം ജലപ്രളയം വരെയുള്ള കാലഘട്ടത്തിനാണ് മനസാക്ഷിയുഗം. അതായത് മനുഷ്യന്റെ മനോഗതി അനുസരിച്ച് ജീവിക്കാൻ ദൈവം അവസരം കൊടുത്ത കാലഘട്ടം. മാനുഷിക ഭരണയുഗം എന്നാണ്? ജലപ്രളയത്തിന് ശേഷം അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന, വാഗ്ദത്തം കൊടുക്കുന്ന ആ സമയം വരെ, അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വരെയുള്ള കാലഘട്ടത്തിനാണ് മാനുഷിക ഭരണയുഗം എന്ന് പറയുന്നത്. പിന്നീട് വാഗ്ദത്ത യുഗം ആരംഭിക്കുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ച നാള് മുതൽ സീനായിൽ വെച്ച് ന്യായപ്രമാണം മോശയുടെ കയ്യിൽ കൊടുക്കുന്ന വരെയുള്ള കാലഘട്ടത്തിനാണ് വാഗ്ദത്ത യുഗം എന്ന് പറയുന്നത്. അത് ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണം മോശയിലൂടെ ലഭിച്ചതിന് ശേഷം യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിന് ന്യായപ്രമാണ യുഗമെന്ന് പറയുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ പാർക്കുന്ന കൃപായുഗം, അല്ലെ? ഏത് മനുഷ്യനും കാൽവറിയിൽ മുതൽ സഭയുടെ ഉൽപ്രാപണം, അതായത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവ്, നമ്മളെ ചേർക്കാൻ വരുന്നത് വരെയുള്ള കാലഘട്ടം, യേശു ക്രിസ്തു സകല മാനവജാതിയുടെയും പാപത്തിന് വേണ്ടി മരിക്കുന്ന സമയം മുതൽ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ ചേർക്കുന്ന സമയം വരെയുള്ള ഈ കാലഘട്ടമാണ് കൃപായുഗം. ഏത് വ്യക്തിക്കും കർത്താവിലെ രക്ഷകനായി സ്വീകരിക്കാനുള്ള ഒരു അവസരം. പിന്നെ 7ാമത് വായിക്കുന്നത് ഭാവിയുഗം. നമ്മള് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുന്ന മനോഹരമായ ആ കാലഘട്ടം. ആമേൻ. അപ്പോ അവിടെ എന്താണ്? മനുഷ്യന്റെ വാഴ്ച, സഹസ്രാബ്ദ വാഴ്ച, നിത്യസമ്പൂർണ്ണ യുഗം ആയിട്ട് ഭാവിയുഗം തീരുകയാണ്. അപ്പൊ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രത്യാശയുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്, നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. അപ്പോ ഈ 7 യുഗങ്ങളിൽ ആദ്യത്തെ 2 പുരാതന കാലഘട്ടത്തിലും അടുത്ത 4 യുഗങ്ങൾ ആധുനിക കാലഘട്ടത്തിലും അവസാനത്തത് ഭാവി കാലഘട്ടത്തിലുമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഓരോ യുഗത്തിലും ദൈവം മനുഷ്യരോട് എങ്ങനെ, എന്തുദ്ദേശത്തോട് ഇടപെട്ടുവെന്ന് തുടർന്നുള്ള പാഠങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ കൃപായുഗത്തിലാണ് ജീവിക്കുന്നത്. കർത്താവിന്റെ അളവറ്റ കൃപ നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയുന്ന, നമ്മുടെ യേശുവിനെ ആരാധിക്കാൻ കഴിയുന്ന, ദൈവവചനം നമുക്ക് പഠിക്കാൻ കഴിയുന്ന മനോഹരമായ സന്തോഷകരമായ അവസ്ഥ, എത്രയോ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ലോകത്തിന് തരാൻ കഴിയാത്തത് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവഹിതം നമ്മിൽ ഓരോരുത്തരിലും നമ്മുടെ ചുറ്റുപാടുകളിലും സമ്പൂർണമായി നിവർത്തിക്കപ്പെടുന്നതിന് നമ്മെ തന്നെ നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. മാത്രമല്ല കർത്താവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ചും അതിനുശേഷമുള്ള സൗഭാഗ്യ യുഗത്തെക്കുറിച്ചുമുള്ള പ്രത്യാശയുള്ളവരായി വിശുദ്ധ ജീവിതം നയിക്കുവാനും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കണം, ശുദ്ധിയിൽ ജീവിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഇച്ഛിക്കുന്നു, അതിനുള്ള അവസരങ്ങൾ നൽകുന്നു. അവസരം നമ്മൾ തക്കത്തിന് ഉപയോഗിക്കുക. നമ്മൾ പഠിച്ചു. അപ്പൊ യുഗങ്ങളെക്കുറിച്ചും കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിച്ചു, അല്ലെ? കാലഘട്ടം എന്താണ്? പുരാതന കാലഘട്ടം, ഇപ്പോഴത്തെ കാലഘട്ടം, ഭാവി കാലഘട്ടമെന്നും 7 യുഗങ്ങൾ: നിഷ്പാപയുഗം, മനസാക്ഷിയുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, ഭാവിയുഗം. ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പൊ യുഗങ്ങളെക്കുറിച്ച്, കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ നന്നായി ഇന്ന് പഠിച്ചു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. ഇനി ഈ ചോദ്യങ്ങൾ പറയുക. നിങ്ങൾ അടുത്ത ദിവസം എനിക്ക് ഇതിന്റെ ചോദ്യങ്ങൾക്കൊരു മറുപടി അയച്ചു തരണം. 1, ഭൂലോകത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്? അതിന്റെ മറുപടി. 2, മനുഷ്യരെ സംബന്ധിച്ച്, അതായത് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ്? 3, ഭൂമിയെ സംബന്ധിച്ച് 3 കാലഘട്ടങ്ങൾ ഏവ, അവയുടെ പരിധി നിർണയിക്കുക. നമ്മൾ ആദ്യം ചിന്തിച്ച കാര്യമാണ്. പിന്നെ കാലഘട്ടം എന്നാൽ എന്ത്, യുഗം എന്നാൽ എന്ത്, ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടെ ഒന്ന് ഓർത്ത് നിങ്ങൾ എനിക്ക് എഴുതണം, അല്ലെങ്കിൽ
ഒരു മറുപടി ഇടണം. പിന്നെ ദൈവിക വെളിപ്പാടുകൾ ക്രമേണയായി മനുഷ്യൻ നൽകപ്പെട്ടതിന്റെ കാരണവും ഉദ്ദേശവും എന്താണ്? ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ പഠിച്ച പാഠത്തിൽ നമുക്ക് കിട്ടുന്നത്. വ്യക്തമായി നിങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കി എനിക്ക് എഴുതണം, മറുപടി തരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾക്ക് അങ്ങയുടെ പാദാന്തിയെ ഇരുന്ന് തിരുവെഴുത്ത് പഠിക്കുവാൻ കൃപ തന്നല്ലോ. ദൈവിക പദ്ധതിയെക്കുറിച്ച്, ഞങ്ങളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് അല്പസമയം പഠിക്കാൻ കൃപ തന്നതിനായി സ്തോത്രം. ദൈവമേ, കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാനും അതിനുവേണ്ടി അധ്വാനിപ്പാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും.